എന്ന് അല്ലേ, നമ്മളൊരു തീരുമാനം അന്ന് എടുത്തിട്ടുണ്ടല്ലോ, ആ തീരുമാനം നിലനിൽക്കുമല്ലേ, പിന്നെ എന്താ പ്രശ്നം? അപ്പൊ എന്നെ എല്ലാവരും പറയണ്ടല്ലോ, എല്ലാ സംഘടനകളും സമുദായ സംഘടനകളും മറ്റവരും അവരൊന്നും ഞങ്ങളുടെ പാർട്ടിയെ പറയില്ല, UDF പറയില്ല, കോൺഗ്രസിനെ പറയില്ല, എന്നെ മാത്രമേ പറയില്ല. അത് പറഞ്ഞോട്ടെ. അത് ഒരു രഹസ്യ അജണ്ടയിലല്ലേ, UDF തീരുമാനമല്ലേ ഞാൻ പ്രഖ്യാപിച്ചത്. UDF നിങ്ങൾ കുഞ്ഞാലൂർ സാഹിബിനോട് ചോദിച്ചു നോക്ക്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അത് ഡ്രാഫ്റ്റ് ചെയ്തത്, ആ സ്റ്റേറ്റ്മെന്റ്. പറയാം, വികസനം പറയാം. തയ്യാറാണ്. ഞാൻ പറയാം, ഇപ്പൊ തന്നെ പറയാം. വിഴിഞ്ഞം ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നതാണ്. വിഴിഞ്ഞം കല്ലിട്ട് പണി തുടങ്ങിയതാണ്. ഭൂമി അക്വയർ ചെയ്തത് മുഴുവൻ ഇതാണ്. ആ സമയത്ത് ഞങ്ങളിത് കൊണ്ടുവരുന്ന സമയത്ത് അത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ ആളാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ. ശരിയാണോ? അന്നത്തെ ദേശാഭിമാനിയുടെ കവർ പേജ് എന്ന് പറയുന്നത് കടൽ കൊള്ള എന്നാണ്. കടൽ കൊള്ള എന്ന് CPM വിശേഷിപ്പിച്ച 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പെന്നാണ് ഈ പദ്ധതിയെക്കുറിച്ച് ഞങ്ങളിത് കൊണ്ടുവന്നപ്പോൾ. ഞങ്ങളാണ് കൊണ്ടുവന്നത്, ഉമ്മൻചാണ്ടി സാറാണ് കൊണ്ടുവന്നത്. എന്നിട്ട് അത് നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കുകയാണ് എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ. അല്ല പിന്നെ എന്താ, പിന്നെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്നും കടൽ കൊള്ളയാണെന്നും പറഞ്ഞ പിന്നെ പദ്ധതിക്ക് അനുകൂലമാണെന്നാ? അല്ലല്ല, കരാറിൽ ഒരു വ്യവസ്ഥ മാറ്റിയില്ല. ഒരു കരാറിൽ ഒരു വ്യവസ്ഥ മാറ്റിയില്ല. ഇതൊക്കെ ഇത് വളരെ ജനറലായിട്ട് UDF തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് ഓരോ സ്ഥലത്തൊന്നും ചോദിക്കണ്ടേ? ഒരു തീരുമാനം പറഞ്ഞാണ്. ഞാനൊരു തീരുമാനം പറഞ്ഞാൽ പിന്നെ പറവൂരിന് ബാധകമാണ്. ഇവിടെ എനിക്കെതിരെ SDPI സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് അറിയോ? കഴിഞ്ഞ പ്രാവശ്യം SDPI സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് അവര് വേണ്ടി പ്രചരണം നടത്തിയിട്ട് VD സതീശനെ പറവൂരിൽ കുഴിച്ചു മൂടുമെന്നാണ് പറഞ്ഞത്. SDPI പറഞ്ഞത്. BJP പറഞ്ഞത് എന്നെ രാഷ്ട്രീയ വനവാസത്തിനയക്കുമെന്നാണ് BJP പറഞ്ഞത്. ഞാൻ അതിനൊക്കെ ഫൈറ്റ് ചെയ്ത് വരുന്ന ആളാണ്, മനസ്സിലായില്ലേ? ഫൈറ്റ് ചെയ്ത് വരുന്ന ആളാണ്. അവരെ കേട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഞാൻ മത്സരിക്കുന്നത്. അങ്ങനെയൊന്നും ചോദിക്കണ്ട. അങ്ങനെയൊന്നും അല്ലല്ല, അതൊന്നും ചോദിക്കണ്ട. നിങ്ങൾ കുത്തിത്തിരിപ്പായിട്ടുള്ള ചോദ്യം ചോദിക്കണ്ട. വേണ്ട, അങ്ങനത്തെ ചോദ്യമൊന്നും ചോദിക്കണ്ട. ജനറൽ ആയിട്ടുള്ള UDF തീരുമാനം പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ ഓരോ സ്ഥലത്തും ചോദിക്കുന്നത്? പിന്നെ എറണാകുളത്ത് എന്തായിരിക്കും, തൃപ്പൂണിത്തുറയിൽ എന്തായിരിക്കും? അങ്ങനെ BJP സഹായിക്കണം എങ്ങനെ? ഇപ്പൊ അങ്ങനെയായ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അങ്ങനെയായ നിങ്ങൾ ഈ വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ വന്നപ്പോൾ അത് ചോദിച്ചില്ലല്ലോ. വെൽഫെയർ പാർട്ടിയുടെ എന്തായിരുന്നു നിങ്ങളെല്ലാം കൂടി ആഘോഷിച്ചത്? നിങ്ങളെല്ലാം കൂടി മാധ്യമങ്ങളെല്ലാം കൂടി ആഘോഷിച്ചത്? എന്നോട് കഴിഞ്ഞ 2 വർഷമായി ചോദിക്കുന്ന എല്ലാ ഇന്റർവ്യൂവിലും എന്നോട് ആദ്യം ചോദിക്കുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയറുമാണ്. നിങ്ങൾക്ക് പിന്നെ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പോലും പറ്റൂലല്ലോ. ഇവർക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. കയ്യിലിരിക്കും ദേശാഭിമാനിക്കല്ലേ പറ്റുള്ളൂ ചോദ്യം ചോദിക്കാൻ. മറ്റേ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയല്ലോ എന്നല്ല, ഭാഷയായിട്ട് കിട്ടിയല്ലോ എല്ലാവർക്കും ഇന്നലെ. എന്നോടല്ലേ? അപ്പൊ എന്നോട് അധികം കുത്തിത്തിരിപ്പ് ചോദ്യമൊന്നും ചോദിക്കണ്ട. നിങ്ങൾക്കറിയാല ഞങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഈ മുഖ്യമന്ത്രിയെ പോലെ അല്ല. SDPIയുടെ കാര്യം അല്ലല്ല. നിങ്ങൾ ഇതുവരെ SDPIയോട് ചോദിക്കുമ്പോൾ SDPIയുടെ ആരുടെയും പിന്തുണ വേണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയല്ലേ. ഇതിനേക്കാൾ വലിയ അവസരവാദ രാഷ്ട്രീയം പറയണ്ടോ? അവസരവാദ രാഷ്ട്രീയം. നിങ്ങൾ ഇനി ക്ലാരിറ്റി ഇല്ല, അത്രേ ഉള്ളന്നേ. അത് പറഞ്ഞേ നീ ചോദിക്കും. ഇപ്പൊ ഇവരെ ഏറ്റവും രസകരമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ സംഭവം ഉണ്ടായല്ലോ. കേരളം മുഴുവൻ ചിരിച്ച് മണ്ണ് കപ്പി. മുഖ്യമന്ത്രി ഇവരെ ചീത്ത വിളിക്കുന്നത്, അതായത് കൈരളിയും ദേശാഭിമാനി അല്ലാത്ത ആളെ ഉള്ളി തിരിച്ചു വന്നിട്ട് ചീത്ത വിളിക്കുന്നതും അവര് ചീത്ത വിളിക്കുന്നതും അവര് മുഖ്യമന്ത്രിയോട് ചൂടാവുന്നതും ഭയങ്കര വാർത്ത.